Hello guys, welcome back to our channel Junior Commander. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് എന്നപോലെ ഇന്ന് ഡിഫറെൻ്റ് ആണ്. മൈൻക്രാഫ്റ്റ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. സാധാരണ പോലെ എന്തും പറഞ്ഞാൽ എൻ്റർ പറയുമ്പോൾ റോബ്ലോക്സ് അല്ലെന്ന് പറയുന്നത്, നമ്മളും പറയുന്നത് മൈൻക്രാഫ്റ്റ് എന്നാണ്. ഗൈസ് എന്നാൽ നമ്മൾ മൈൻക്രാഫ്റ്റ് വെൽക്കം ടു മൈൻക്രാഫ്റ്റ് സീരീസ് പാർട്ട് 1. അപ്പോൾ ഗൈസ് നമ്മുടെ മൈൻക്രാഫ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മരം വെട്ടുന്നത് മുതൽ എൻഡറിനെ നെതേഴ്സോട് വെച്ച് തീർക്കണം വരെ ഉണ്ടായിരിക്കും ഗൈസ് ഗെയിം. ഞാൻ ഈ ഗെയിം ഫസ്റ്റ് ടൈമാണോ ജയിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, കുറേ പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. സർവൈവൽ കളിക്കുന്ന ഹാർഡ് കോർ കളിച്ചെന്ന് ചോദിച്ചാൽ ഇല്ല. ഈ സർവൈവൽ ഞാൻ 2 പ്രാവശ്യം കളിച്ചിട്ടുണ്ടെന്നായിരുന്നു. അധികം വാഴ കളിച്ചാൽ പാടില്ല. വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നേരങ്ങളിലേക്ക് കിടക്കാം. എടാ വേൾഡിൻ്റെ നെയിം എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് നെയിമാണ്. ഒരു സ്ഫുടതയുള്ളൊരു പേര്. അങ്ങനെ ഒരു പേര് എവിടെ കിട്ടും? കമാൻഡറെ കിട്ടും. ജൂനിയർ അത് വേണ്ട, കമാൻഡർ വേൾഡ് ഏതാ വൈബ് സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ വൈബിൻ്റെ ഒക്കെ അങ്ങേ അറ്റം. വൈബ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ വേണം ഗൈസ്. പിന്നെ അതായത് ഞാൻ ഈ സീരീസ് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകുന്നത് വെച്ചാൽ സ്റ്റോറി ഗെയിം, അതായത് ഗോഡ് ഓഫ് വാർ എല്ലാം കളിക്കുകയാണെങ്കിൽ നിർത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അതുപോലെ നടന്നതല്ല, നിരന്തരമായിട്ട് നടന്നതല്ല, ഒരു 2-3 ആഴ്ചയൊക്കെ പോകുമായിരിക്കും ഗൈസ്. അത് ആരും എന്നെ ഒന്നും പറയുന്നത്. എൻ്റെ സ്കിൻ പരിപാടി നിങ്ങളാരും കണ്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ നാളെ വരുന്നതിന് എന്തായാലും ബെഡ് വാൾസിൻ്റെ വീട് വരുന്നതായിരിക്കും കേട്ടോ. എൻ്റെ സ്കിന്നെന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ സ്കിന്ന്. മുണ്ട് ഷർട്ട്, ഇതാണ് എൻ്റെ സ്കിന്നെന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് നമ്മൾ സ്കിന്നൊക്കെ കണ്ടല്ലോ, നമുക്ക് മരം വെട്ടാൻ തുടങ്ങാം. നമുക്ക് അറിയാലോ, മൈൻക്രാഫ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മരം വെട്ടിയാണ്. ഞാൻ മറന്നു പോയി, നമ്മളെ ടു-ഡു നമ്മൾ ചെയ്യേണ്ടത് കാര്യം വീടുണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കുക, ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാക്സിമം മരം വെട്ടുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബേസ് കണ്ടുപിടിച്ച് അവിടെ വീടിനുള്ള സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വെക്കുക. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ മരങ്ങളൊക്കെ ഇവിടെ വെട്ടിത്തിട്ടുണ്ട്. അങ്ങനെ പിറിച്ച ആവശ്യമുണ്ട്. നമ്മൾ വേറെ ബയോമിലാണ് വീട് വെക്കുന്നതെങ്കിലും നമുക്ക് പിറിച്ചേണ്ട ആവശ്യം വരും ഗൈസ് ഉറപ്പായിട്ടും. വീടുണ്ടാക്കുകയാണെങ്കിലും എല്ലാം മൂക്ക് വിടാങ്കി വെച്ച് തന്നെ ചെയ്യാൻ പറ്റില്ല. എന്നാണ് ഇതുപോലത്തെ ഭയം? അവിടെ അക്കേഷ്യ, ഇവിടെ പിറിച്ച്, ഇവിടെ ഊക്ക്, അതന്നെ അക്കേഷ്യ തന്നെ അല്ലേ? അത് അക്കേഷ്യ കൂടി തന്നെയാണല്ലോ. ഇതൊരു റെയർ സീഡ് ഞാൻ കോപ്പി ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നമ്മുടെ സീഡിൻ്റെ ഇതൊക്കെ ഞാൻ കോപ്പി വെച്ചിട്ടുണ്ട് ബാക്ക് ടു ഗെയിമിൽ. അപ്പം തന്നെ ഗൈസ് അറിയാം, നമ്മൾ ടൂറിസ്റ്റ് വരുന്നതായിരിക്കും നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. പിന്നെ പലരും പറഞ്ഞിരുന്നു നമ്മുടെ ഓഡിയോ ക്വാളിറ്റി അതിന് ശരിയാൻ വരുന്നത് ഗൈസ്. ഈ വീഡിയോടെ നമ്മൾ ആ പ്രശ്നം വരുന്നതായിരിക്കും ഉറപ്പായിട്ടും. നമുക്ക് അത്യാവശ്യം ബിർച്ച് ബ്ലാങ്കും ആയിട്ടുണ്ട് കേട്ടോ. യെസ് ഗൈസ്, നമുക്ക് ബിർച്ച് ബ്ലാങ്കും ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ആദ്യം മറയുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ക്രാഫ്റ്റിൻ്റെ ടേബിൾ. ക്രാഫ്റ്റിൻ്റെ ടേബിൾ ഉണ്ടാക്കി നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമായിരിക്കും ഒന്നും ചെയ്യണ്ട ഗൈസ്. ക്രാഫ്റ്റിൻ്റെ പ്ലാൻ ഉണ്ടാക്കണം, ക്രാഫ്റ്റിൻ്റെ ടേബിൾ ഉണ്ടാക്കണം, അത്രേ തന്നെ ഉള്ളൂ. ഇവിടെ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെക്കാൻ പറ്റത്തില്ലേ? നമ്മൾ ഒരുമിച്ച് വെക്കാം കേട്ടോ, അതാണ് നല്ലത്. അതുകൊണ്ട് ഇൻവെൻറ്ററി നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്. ഇൻവെൻറ്ററി ഇസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ്. അയ്യോ, ക്രാഫ്റ്റിൻ്റെ ഉണ്ടാക്കിയില്ലല്ലോ. ഓക്കെ, ക്രാഫ്റ്റിൻ്റെ ഇവിടെ സെറ്റ് ഒരു ആക്സ് ഉണ്ടാക്കണം ഗൈസ്. അതിൻ്റെ ഇവിടെ നിന്ന് കിട്ടാൻ പറ്റുന്നത് വെച്ച് മാക്സിമം എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമത്തിനൊക്കെ അങ്ങ് അറ്റം ഇത്ര മുട്ട് വെട്ടണം ഗൈസ്. അവിടെ എൻ്റെ ഇൻ്റർവെല്ലിന് ഇരിക്കുന്നല്ലോ ഗൈസ്. ഓക്കെ, അത് സെറ്റ്. ഇനി നമ്മൾ ക്രാഫ്റ്റിൻ്റെ എവിടെയായിട്ട് വെക്കും എന്നാണ്. ഇവിടെ സാപ്ലിങ്ങും
ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അവിടെ ഉണ്ട് കാട്ടുതീ. കാട്ടുതീ ഉണ്ട് കേട്ടോ. ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. ഇവിടെ ലാവ. ഇവിടെ ലാവ ഉണ്ട്. ലാവ ഉണ്ടെങ്കിൽ നമുക്കറിയാലോ. ഇപ്പൊ ലാവ ഉണ്ട്. ഇവിടെ ഒരു മരം ഇവിടെ വിചാരിച്ചോ ചൂടേറ്റാൻ മരം കത്തി. പക്ഷെ ഇന്ന് ചുറ്റും വേറെ മരങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ കാട് മൊത്തം കത്തിയാണ് വേറെ കാര്യം. നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് ടേബിൾ എടുത്തിട്ട് ഇതുണ്ട്. ഇവിടെ 3 ഉണ്ട്. ബ്രിച്ച്, ഓക്ക്, അക്കേഷ്യ. ഇത് 3 ഉണ്ട്. അതിനൊരു ഗുണം എന്താന്ന് വെച്ചാൽ എന്താ അറിയോ, നമുക്ക് 3 തരം കിട്ടും. അത് നമ്മൾ വേറെ ഒരു ദിവസം ഒരു വീടുണ്ടാക്കാൻ വേണ്ടി വേറൊരു ടൈപ്പ് പ്ലാൻ വേണമെന്ന് വിചാരിച്ചോ, നമുക്ക് ഇതിന്റെ ആവശ്യം വരില്ലല്ലോ. ഞാൻ ഇപ്പം കളിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് മൈൻക്രാഫ്റ്റിന്റെ 1.28 എങ്ങാണ്ട് വന്നു ലേറ്റസ്റ്റ് റിലീസ്. ഞാനിവിടെ ഉള്ള മരമൊത്തം വെട്ടി 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 ഉഗാണ്ടയിലേക്ക് പോവുകയാണ്. ഒയ്യോ, നമ്മൾക്കറിയാലേ ഒരു മരം വിട്ട് നമ്മൾ എത്ര മരം 9 മരം വെട്ടി മുറിക്കണം അല്ലെ, 9 മരം നട്ടിടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന സാപ്ലിംഗ് ഒക്കെ നമ്മുടെ എവിടെയാണ് ബേസ് ഉണ്ടാക്കുന്നത് ആ ബേസിന്റെ തൊട്ട് സൈഡിലായിട്ടൊക്കെ തന്നെ അറിയാലോ നട്ടുവെക്കായിരിക്കും. പിന്നെ ഈ ഗെയിമിൽ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യമാണ് ഫുഡ്. അതുകൊണ്ട് ഞാൻ പശുവിനെ തല്ലിക്കൊള്ളരുത് എന്ന് പറയില്ല. റിയൽ ലൈഫിൽ പശുവിനെ തല്ലിക്കൊള്ളുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിലും പശുവിനെ തന്നെ തല്ലിക്കൊല്ലും, ആടിനെ തല്ലിക്കൊല്ലും, പൂച്ചനെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് എനിക്കൊരു സങ്കടമില്ല. നമ്മൾ ഓരോരോ ഇതും നിങ്ങൾക്കറിയാലോടാ. അതായത് ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ ഒരു മരം ഉണ്ടതിൻ്റെ ഇത് മൊത്തം വെട്ടി വിചാരിച്ചു പോയി തടി. അപ്പോൾ അതിൻ്റെ ഇല ഉണ്ടാവും. അത് തന്നെ നമ്മൾ എന്തുണ്ട് ഇലയൊക്കെ പെട്ടെന്ന് ഡിസപ്പിയർ ആയി പോകും. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു, പക്ഷെ കുറെ പതുക്കെയാണ്. പക്ഷെ പതുക്കെ പോകുന്ന ഒരു റിയൽസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബോട്ടിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കിപ്പോൾ ബോട്ടിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ കുറച്ച് ഗ്രൈൻഡ് ഇട്ട് വരാട്ടോ. അപ്പം ഗൈസ് എന്തായാലും കേട്ടോ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കട്ടെ. എന്താ നമ്മുടെ ബേസ് കണ്ടുപിടിക്കണം ഗൈസ്. അതാണല്ലോ അതിൻ്റെ ഒരു ഇത് ബേസ് കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, ബേസ് കണ്ടുപിടിക്കാൻ പോകാം ഗൈസ്. എടാ ലാഗ് അടിക്കുന്നടാ. ലാഗൊന്നും അടിക്കല്ലേ, മൈൻക്രാഫ്റ്റ് ചതിക്കല്ലേ. ഇവിടെ ഒന്നൊരു വില്ലേജ് ഒന്നും കാണാൻ. അക്കേഷ്യ വുഡ് ഇതുവരെ എടുത്തില്ലായിരുന്നു. കുറച്ച് അക്കേഷ്യ വുഡൊന്നും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അക്കേഷ്യ വുഡ് നമുക്കറിയാലോ, രാത്രി ആകുമ്പോൾ സോംബീസിനെ രക്ഷപ്പെടുന്ന നമ്മളൊരു കാര്യം ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആടിനെ കിട്ടുവാണെങ്കിൽ തല്ലിക്കൊല്ലണം. അങ്ങനെ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആടിനെ കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യമുള്ളൂ, കുഴി ഒഴിക്കാനായിരുന്നു. പക്ഷെ അതിനകത്ത് സോംബീസ് സ്പോണാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇരുട്ടുള്ളപ്പോഴാണ് സോംബീസ് സ്പോണാവുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ സോംബീസ് സ്പോണാകുമായിരിക്കും. ഓക്കെ, അത് സൗണ്ട് കേൾക്കുന്നത് ചുഡിന് ഇങ്ങനത്തെ സൗണ്ടാണോ? ചിലവരൊക്കെ ഭയങ്കര ഹെറോയിനെ കണ്ടെന്നൊക്കെ പറയും കഴിയും. പക്ഷെ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, പൈസ നമ്മുടെ ഹെറോയിനെ കാണുന്നുള്ള കാര്യമൊക്കെ കള്ളം തന്നെ ആയിരിക്കും. ഇവിടെ അതൊരു വില്ലേജായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇവിടെ സീനൊക്കെ ഒരു സുഖമാകാതെ അത് എനിക്കറിയാം. നമുക്ക് അതിൻ്റെ അടുത്ത് വിട്ടൊരു ക്ലോസർ എടുക്കുക. ഒരു വില്ലേജായിട്ട് തോന്നുന്നില്ലേ? അതേലോടെ ഇതൊരു വില്ലേജ് തന്നെ ആണല്ലോ. നിങ്ങൾക്കറിയാം, നമ്മൾ വില്ലേജിൻ്റെ അടുത്തൊരു ബേസ് ഉണ്ടാക്കുവാണെങ്കിൽ, നിങ്ങൾക്കറിയാം വില്ലേജിൻ്റെ അടുത്തായിട്ടൊരു ബേസ് ഉണ്ടാക്കുവാണെങ്കിൽ അതൊരു നല്ല ഐഡിയ ആയിരിക്കും. കാരണം നമുക്ക് പിന്നീടാണെങ്കിലും ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ നമുക്ക് കുറേ വില്ലേജേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇതാണിവിടെ നടക്കട്ടെ, നമുക്ക് പോവാം. എടാ
ഒരു ബേസ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ വില്ലേജിന് വിട്ടുപോയ സ്ഥലം കണ്ടുപിടിക്കാം. അതായത് നമുക്ക് റെയിൽവേ വെച്ച് പിന്നെയാണല്ലോ അയൺ ഫാം ഉണ്ടാക്കാനാണല്ലോ. പക്ഷെ എൻ്റെ ആഗ്രഹം എന്നറിയോ, എൻ്റെ ഫസ്റ്റ് ബേസിൽ ഞാൻ യൂട്യൂബ് നോക്കുന്നത് എൻ്റെ സ്വന്തം കഴിവ് വെച്ച് തന്നെ ചെയ്യണം ഗൈസ്. അതല്ലാണ്ട് അതിൻ്റെ ഒരു ഇത് അല്ലാതെ നമ്മൾ എല്ലാവരുടെയും കോപ്പി എടുത്തിട്ട് ഫസ്റ്റ് ബേസ് ആണ് ചെയ്യുമ്പോൾ ഒരു ഐശ്വര്യക്കേടാണ് ഗൈസ്. അതാണെങ്കിൽ നമുക്ക് ഈ സ്ഥലമാണ് വീടിന് വേണ്ടി എടുത്താലോ. വീടുണ്ടാക്കിയാലും പിന്നെ വീടിന് എന്തൊക്കെ വേണം, അടിത്തറ വേണം, റൂഫ് വേണം, ഇതെല്ലാം വേണം ഗൈസ്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ തന്നെ ഒരു 2 സ്റ്റാക്ക് വുഡ്. ആ 2 സ്റ്റാക്ക് മതിയോ? 2 സ്റ്റാക്കൊന്നും പോലും തോന്നി, അതിനും വേണം. അങ്ങനെ ഇന്ന് വില്ലേജിൽ കിടന്ന് ഉറങ്ങാം ഗൈസ്. 2 സ്റ്റാക്കൊന്നും പോരാ, ചിലപ്പോൾ 3 സ്റ്റാക്ക് വേണ്ട വരും ഗൈസ്. അത്രയും വലിയ വീടൊന്നും ഞാൻ ഇപ്പം ഉദ്ദേശിക്കുന്നില്ല, ഒരു കുടില് പോലെ. അതൊക്കെ മറിച്ചായിപ്പം ഈ കഴിഞ്ഞ് നമ്മൾ വീടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മൈനിങ്ങിന് പോകണം. ആണെന്നെനിക്കല്ല, വേറെ എന്തെങ്കിലും ആണെങ്കിൽ പറയണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഫാമിങ് തുടങ്ങണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് ഫാം തുടങ്ങണം. പിന്നെ മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന പോലെ അതിൻ്റെ ഫുഡ് ബാർ പോകുന്നത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അത് വേറെ കാര്യം, ഫുഡ് ബാറൊക്കെ നല്ലോണം നോക്കണം, ഇല്ല പണി കിട്ടും മച്ചമ്പീസ്. ഓക്കെ, ബ്രിഡ്ജ് കൂട്ടിൻ്റെ ആവശ്യം, നമുക്ക് ബ്രിഡ്ജ് കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ബ്രിഡ്ജ് കൂട്ടൊന്നേ മേൽപ്പുറം ഇടുക, അല്ലെ അടിത്തറ അടക്കണം. പ്രശ്നം ഇപ്പം നമുക്ക് കോൺക്രീറ്റ് ഒന്നും മാറ്റാം. കോൺക്രീറ്റിന് എന്തൊക്കെ വേണം, കോൺക്രീറ്റ് പൗഡർ വേണം, കോൺക്രീറ്റ് പൗഡർ എന്തൊക്കെ ചെയ്യണം. ഇതൊക്കെ കുറേ പരിപാടിയാണ്. നമുക്ക് ഇതുണ്ടോ, നമുക്ക് ഇതുപോലെയുള്ള ലാക്സ് വെച്ചിട്ട് മനുഷ്യൻ തൊടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ ഹോവച്ചായിരുന്നു തോന്നി, ഇപ്പം ആക്സ് വെച്ച് ആക്കിയതാണ്. ബ്രിഡ്ജിൻ്റെ തുണി കുറച്ചെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എടാ അപ്പോഴേ സീൻ ടെസ്റ്റാണല്ലോ, അതിങ്ങനെ ശരിയാവും. ഇത് കുറച്ചുകൂടെ വെളുത്താന്ന് തോന്നുന്നില്ല. പക്ഷേ അപ്പോൾ ടാക്സി കിട്ടി നമുക്ക് നേരെ വില്ലേജിലോട്ട് പോകട്ടോ. വില്ലേജുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ, വില്ലേജ് റൂട്ട് ചെയ്യണം കൈസ്. എനിക്ക് വില്ലേജിനകത്തുനിന്ന് ഫാർമസി കിട്ടുമല്ലോ. വില്ലേജിനകത്തൊന്നും വിട്ടുകിട്ടത്തുണ്ടെന്ന് തോന്നി. വില്ലേജിനകത്തൊന്നും വിട്ടുകിട്ടും നമ്മൾ വില്ലേജ് ഒന്നും തള്ളി കളിക്കണം. പക്ഷെ അങ്ങനെ ഇട്ട് കാര്യമില്ലല്ലോ, നമ്മൾ വില്ലേജ് കണ്ടെങ്കിൽ ആവശ്യമില്ലല്ലോ. ഇതൊക്കെ കോബിൾ സ്റ്റോൺ ആണ്, ഇതൊക്കെ നമുക്ക് മഞ്ഞ് പോകുമ്പോൾ ഇഷ്ടംപോലെ കിട്ടും. അവിടെ ഇതുപോലത്തെ ഒരു വീട് ഇതുണ്ടോ, ഇതുണ്ട്. ഇമാര് 2 ഇതൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതുപോലത്തെ ഒരു വീട് കിട്ടിയായിരുന്നു എനിക്ക് വളരെ നല്ലതായിരുന്നു. ആദ്യം തന്നെ ഇവിടെ നിന്ന് ഇതെല്ലാം ഞങ്ങളുടെ ചെസ്റ്റ് പൊട്ടാറ്റോ. ഈ ബണ്ടിലുള്ളടാ, ഈ ബണ്ടിലിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് വെക്കാം. ലൈക്ക് കണ്ടോ, അത് നമുക്ക് ഈ ബണ്ടിലിനകത്ത്, പക്ഷെ ബണ്ടിലിനകത്ത് വെച്ച സാധനങ്ങളൊക്കെ ബണ്ടിലിനകത്തൊന്നും നമ്മൾ തന്നെ പുറത്തെടുക്കണം. അതുകൊണ്ട് അതൊരു ഐഡിയ പോകും. എന്നിട്ടിപ്പോൾ രാത്രിയായിട്ടോ കടന്നുറങ്ങാൻ വിദേശത്ത് വന്ന് കടന്നുറങ്ങാൻ പോവാ. 2 പേരുടെ വീടാ, കഴിക്കടാ. ഓക്കെ, നമ്മൾ മൈൻക്രാഫ്റ്റ് സീരീസ് തുടങ്ങി ഫസ്റ്റ് ഫുഡ് കഴിച്ചു, പക്ഷെ വിശപ്പ് മാറിയില്ല. അതൊക്കെ ഇവിടെ നമുക്കിപ്പോൾ കടന്നുറങ്ങാം കേട്ടോ. പപ്പടാ എടാ നീ മാറിയില്ല, ഞാൻ കിടക്കട്ടെ. ബൈ ബൈ, സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ് ഒക്കെ പറഞ്ഞിട്ടില്ല, എൻ്റെ ബെഡിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഏതാ വൈബ്, ഒരു പണിയെടുക്കാതെ എല്ലാവരുടെ ബെഡിൽ കിടക്കാൻ. അതൊക്കെ വേറൊരു വൈബാണ്. അയൺകോലേ കുട്ടാ, ഇതൊക്കെ ഉണ്ടാ വിശേഷം, സുഖമാണോ? സോറി ചേട്ടന്മാരെ, ഇന്നത്തേക്ക് നിങ്ങൾക്ക് ഫുഡൊന്നുമില്ല, എല്ലാം നമ്മൾ തന്നെയാണ്. നിങ്ങൾ വീണ്ടും ഫുഡ് ഉണ്ടാക്കണം, വീണ്ടും ഞങ്ങൾ എത്തുന്നു. നിങ്ങൾ ഫുഡ് എടുക്കണം, വീണ്ടും എടുത്തുകൊണ്ട് വരും. അതിന് പകരം ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം തരാം. നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ ഫുഡുകളും നിങ്ങൾ അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടി അത് പൂട്ടിയിടുകയും ചെയ്യും. എങ്ങനെ ഉണ്ട്? വില്ലേജ് വില്ലേജിനെ കൊണ്ട് എന്നാലും മൈൻക്രാഫ്റ്റിൽ കുറെ ഉപകാരമുണ്ട്. കുറെ വെച്ചാൽ കുറെ ഒന്നുമില്ല, കുറെ ഉണ്ട്. അവിടെ മറ്റേ റൂണിൻ്റെ പറഞ്ഞല്ലേ, റൂണിൻ്റെ കൂട്ടര് ഇതൊരു നല്ല സീഡ് തന്നെയാണ് കേട്ടോ. കടലിനെ എടുക്കൂ. ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ച് കുറെ നാളെ എനിക്ക് മനസ്സിലാവുന്നുമില്ല. കടലിനടുക്കാണ് സാധാരണ റൂൾ പോർട്ടൽ ഉണ്ടാവാറ്. ഇല്ല, ഇവിടെ ഒന്നും കുറച്ചുകൂടെ പോണം തോന്നുന്നു. നീന്ത് കമാൻഡറേ, വില്ലേജ് അവിടെ തന്നെ ഉണ്ട്. കുറെ ദൂരെ വില്ലേജിന്റെ അത്യാവശ്യം ദൂരം തന്നെയാണ്. നമ്മുടെ ഒരു ജസ്റ്റ് ഉണ്ടാവാറുണ്ട് സാധാരണ. ഇതിന്റെ മാഗ്മ ബ്ലോക്ക് എന്ന് പറയാൻ നമ്മളിത് തൊട്ട നമ്മളിതായി പോകും. ഇപ്പൊ നമുക്ക് ഭാവിയിൽ ഒക്സൈഡ് കിട്ടുവാണെങ്കിലോ ഡയമണ്ട് ക്യാഷ് കിട്ടുവാണെങ്കിലോ
ഇവിടെ ഒരു പോർട്ടൽ ഉണ്ടാക്കാം ഗൈസ്. ഓ ഗൈസ് ഗോൾഡ് ഹോപ്പ് ഒപ്സിഡൊക്കെ നമുക്ക് ഗെയിം തുടങ്ങാറാകുമ്പോൾ തന്നെ വിലയേറെ മെറ്റീരിയൽസ് ആണ്. ഗോൾഡ് ഷവല്, ഓ ഗുഡ്. അയൺ നഗട്ട് നമുക്ക് അയൺ ഇങ്ങോട്ടാക്കാൻ തോന്നുന്നു ഗൈസ്. അതും ഗുഡ്. ഫ്ലിന്റ് വെച്ച് നമുക്ക് ഫ്ലിൻഡാക്ഷൻ ഉണ്ടാക്കാൻ തോന്നുന്നു. പിന്നെ TNT ഉണ്ടാക്കാൻ തോന്നുന്നു ഗൈസ്. കുറച്ചൊരു നല്ലതാണ് കിട്ടിയ കേട്ടോ. പിന്നെ എപ്പോഴും നമുക്ക് ലാവയുടെ ആവശ്യം വരുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. നമ്മൾ എല്ലാ കാലവും വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഇവിടെയുള്ള ബേസിൽ തന്നെ നമ്മൾ ജീവിക്കണമെന്നില്ലേ, അത് വേറെ കാര്യം. ഓക്കെ ഗൈസ്, ഞാൻ ബ്രീത്തിങ് ബട്ടൺ ആരും ശ്രദ്ധിച്ചില്ല. അത് വേറെ ഒരു മണ്ണത്തരം. അതുകൊണ്ട് നമുക്ക് എന്തൊരു ഫുഡ് കഴിയും. അവിടെ ഷുഗർ കെയിൻ വെച്ച് നമുക്ക് പേപ്പർ ഉണ്ടാക്കാം. പേപ്പർ വെച്ച് നമുക്ക് മാപ്പ് ഉണ്ടാക്കാം. എൻ്റെ ഫുഡ് ബാർ കൂടുന്നില്ലേന്ന് ഡൗട്ട്. കൂടുന്നുണ്ട് ഗൈസ്. എന്നൊക്കെ എന്നാലും നമ്മുടെ മാക്സിമം ഫുഡ് കളക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോൺ വേണം. സ്റ്റോൺ ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യണം? പിക്കാസ് വേണം. നമുക്ക് അതെല്ലാം ഉണ്ടാക്കണം. എൻ്റെ ക്രാഫ്റ്റിൻ്റെ കൂടെ എവിടെടാ? ഒരു വില്ലേജ് തന്നെ ഒരു ബേസ് ആയിട്ട് എടുത്താലോ? വേണ്ട ഐസ്, നമ്മളെന്തിനാ അത് വേണ്ട ഐസ്. എന്തായാലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കുമെങ്കിലും വേണ്ട. നമ്മളെന്തിനാണ് വെറുതെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെയായിട്ടല്ല ബേസ് വെക്കാന്ന് പറഞ്ഞ് സാഡ് വെച്ച് നമുക്ക് സ്വന്തം ഉണ്ടാക്കാം. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ അവിടെ നിന്ന് ബെഡ് എടുത്തുകൊണ്ട് വന്നാൽ മതി. അപ്പോൾ അതിങ്ങനെ സ്റ്റോൺ വേണം, അല്ലെങ്കിൽ കോപ്പിൾ സ്റ്റോൺ വേണം. വേറെ നമുക്ക് പിക്കാസ് വേണം. പിക്കാസ് എടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് മണ്ണ് തോണ്ടി വേണം പോവാൻ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ മണ്ണ് വേണം ഇങ്ങനെ തോണ്ടണം. തോണ്ടിയിട്ട് ഓക്കെ. മാക്സിമം സ്റ്റോൺ എന്തിനാണ് ഞാൻ എടുക്കും? ഞാൻ സ്റ്റോണിന് ആക്സ് ഉണ്ടാക്കാൻ വേണ്ടി തോന്നുന്നു സ്റ്റോൺ എടുക്കാൻ വന്നത്. എല്ലാം മറവിയാണ്. മാക്സിമം സ്റ്റോൺ ആയിട്ടുണ്ട്. ഡേർട്ടിട്ട് വന്നേ. നമുക്ക് ഇത്രയും ഡേർട്ട് പോരാൻ തോന്നുന്നു മണ്ടയിലോട്ട് തിരിച്ചു കയറാൻ. ഈസിയല്ലേ. നമുക്ക് ഒരു എക്സ്ട്രാ ഡേർട്ടും കൂടെ കിട്ടി. അതാണ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഒരു സ്റ്റോൺ ആക്സ് ഉണ്ടാക്കേണ്ടി വരും. സ്റ്റോൺ ആക്സ് ഇങ്ങോട്ട് വെക്കുക. നമ്മുടെ സ്റ്റോണേജിൻ്റെ അഡ്വാൻസ്മെൻ്റ് ഒന്നും വന്നില്ലല്ലോ. ഗെയിം വിളിച്ചടിക്കുന്നുണ്ടോ? എൻ്റെ ഹെൽത്ത് ബാർ സാധാരണ ഫുഡ് അടിക്കുമ്പോൾ കൂടാറുള്ളൂ. ഇത് കൂടുന്നില്ലല്ലോ. സംതിങ് ഫിഷി. പിന്നെ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ അങ്ങ് കട്ട് ചെയ്തിടുക. നമുക്ക് മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം മരം വേണം ഗൈസ്. അപ്പം എനിക്ക് ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് ഫുഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പലതരം ഫുഡ് വേണം. വീടുണ്ടാക്കുക പറഞ്ഞാൽ അത്ര ചില്ലറ പണിയൊന്നും അല്ലടാ. സാധാരണ എല്ലാവരും സ്റ്റാർട്ടർ ബേസ് എനിക്ക് ഒന്ന് ഡേർട്ട് വെച്ച് ഉണ്ടാക്കാറുള്ളത്. നമ്മൾ കുറച്ച് വെറൈറ്റി പിടിക്കാം. എപ്പൊടി തറ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയ തറ തന്നെയാണ് കാര്യം. BA മാറിയിരുന്നു. അവസാനം അടിയുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പറയാൻ ചന്തിക്ക് വെക്കാൻ പറ്റരുത്. ഇതാണ് ഈ സ്പീമാരുടെ പ്രശ്നം. നമ്മളെന്തായാലും വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു മരം വിട്ടു വിചാരിച്ചു. മരത്തിന് സൈഡ് അതാണെന്നൊന്ന് അവൻ്റെ തേനീച്ചക്കൂട്. ആ തേനീച്ചക്കൂട് കാണാൻ മരം വെട്ടി ഇങ്ങനെയാണെങ്കിൽ അവൻ്റെ സ്വഭാവം മാറും. അത് വേറെ കാര്യം. എൻ്റെ കണ്ണൊക്കെ ചുമന്നിട്ട് വരും കൈസ് ഇങ്ങനെ. എനിക്ക് ഫേസ് ക്യാം എടുക്കുന്ന ആഗ്രഹമുണ്ട്. ഫേസ് ക്യാമിൻ്റെ ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ചധികം റീച്ചൊക്കെ ആയിട്ട് പോരേ. അല്ല നമ്മളിപ്പോൾ തന്നെ ഫേസ് ക്യാം ഇട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെ മരം വെട്ടി കഴിയുമ്പോൾ നമുക്ക് കുറേ ആപ്പിളും സ്റ്റിക്കും ഒക്കെ കിട്ടും. അതൊരു വെറൈറ്റി സംഭവം തന്നെയാണ്. വെറൈറ്റി മീൻസ് വെറൈറ്റി. ഒരു സ്റ്റാക്കിൻ്റെ അടുത്തായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ചീട്ട് മതിയാകും ഗൈസിന് അടുത്ത ഫുഡ്. പക്ഷെ എന്നാൽ നമ്മുടെ ബേസിൻ്റെ സ്ട്രക്ചറിന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സത്യം പറഞ്ഞാൽ സ്ട്രക്ചർ ബേസ് അത്ര ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ബേസിനുള്ള സ്ഥലമായി സ്ട്രക്ചറുമായി ഈ കേവുണ്ട്. നമുക്ക് ഇവിടെ വേണം പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. അതൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാവരും മണ്ടത്തരം ചെയ്താൽ പോരെ. ആ മലയൊക്കെ നമുക്ക് വേണം എടുക്കാം. അല്ലാതെ വേണം നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
അത് നമ്മൾ തറ പണിയണം. തറ പണിയേക്കാളും നമുക്ക് വുഡ് വെച്ചിൻ്റെ ലേഔട്ട് പണിയണം. ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കപ്പെടാമെങ്കിൽ ഇന്ന് വന്നേ. ഓക്കെ, ഒരു ആർക്കിടെക്റ്റ് ഒന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ അറിയണം. മൈൻക്രാഫ്റ്റ് കളിച്ച് ഒരു ഇതുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന സംഭവമൊക്കെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം, ഇവിടെ നിന്ന് പോകണം. ഇത് ഏതാ കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്, ഇത് വടക്ക്, അങ്ങനെയാണെന്ന് തോന്നിയിരിക്കുന്നു പറഞ്ഞിവിടെ. ഇവിടെ 1 2 3 4 ഇതൊക്കെ വേണമെന്ന് എനിക്ക് അങ്ങനെ അവിടെ ഹെൽത്തും പോയി. ഏതാ ഇവിടെ നമുക്ക് 1 2 3 4 ഇവിടെ 4 ആയിട്ടുണ്ട്. അവിടെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ക്ലച്ച്, സോറി ബ്രോ, ഇത് തടി വെച്ചാലും ക്ലച്ച് എടുക്കുന്നത്. എൻ്റെ ഹെൽത്ത് മൊത്തം പോകുന്നത് ഡൗട്ട്. പോലെ തന്നെ ഫുഡ് ബാറും കുറയുന്നുണ്ടോ? ഫുഡ് കഴിച്ചടാ. ഫുട്ബോൾ ഫുള്ളായി നമ്മുടെ ഹെൽത്ത് തന്നെ ഹീലാന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇനി ഇവിടെ മതി ലേഔട്ട്. 1 2 3 4. ഓക്കെ, അതും സെറ്റ്. ഇനി ഇതാണല്ലോ നമ്മുടെ ഒരു ഇത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി ഞാൻ പറഞ്ഞില്ലേ, ലേഔട്ട് അടിക്കാൻ മാത്രം എന്തോരം വുഡാ ചിലവായെന്ന് നോക്കി. 1 2 3 4. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലേഔട്ട് വേണം. അടുത്ത നമുക്ക് തറപ്പണിയാണ് ചെയ്യേണ്ടത്. തറപ്പണി എന്ന് പറഞ്ഞാൽ അധികം പാടൊന്നുമില്ല, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യും? ഇവിടെ വേറെ ബ്രിഡ്ജ് പ്ലാന്റ് പത്ത് നമുക്ക് എന്ത് ചെയ്യണം? ബ്രിഡ്ജ് പ്ലാങ്ക് ആക്കി മാറ്റണം. പക്ഷെ പ്ലാങ്ക് ആക്കി നമുക്ക് ഇത്ര കൂടുതൽ ചിലവ് വരില്ലെന്ന് തോന്നി. ഇപ്പോൾ എനിക്കുണ്ട്, ഞാനാണെങ്കിൽ 19 വെച്ചിട്ട് പ്ലാങ്ക് ആക്കിയപ്പോൾ എനിക്ക് എത്ര ഇത് കിട്ടി. അല്ലാതെ 1 4 വെച്ചൊന്നും കിട്ടുന്നതുകൊണ്ടാണ്. ഇവിടുന്ന് 1 2 3 4 5 6 ഇത്രയും വലിയ വീടൊക്കെ വേണം. ഞാൻ സ്റ്റാർട്ടർ പീസ് അല്ലാതെ ഉണ്ടാക്കുന്നത്. ഇത്രയും വലുത് വേണോ സത്യം പറഞ്ഞാൽ? എനിക്കറിയില്ല, വലിപ്പം കുറച്ചുകൂടെ നിങ്ങളുടെ കമൻ്റൊക്കെ കിട്ടിയിട്ട് മതി തന്നെ ഇന്ന് വീണ്ടും ഇതൊക്കെ ചെയ്യണത്. പക്ഷെ അതിനൊന്നും സമയമില്ല. കാരണം അതിൻ്റെ ഫസ്റ്റ് ബേസ് ഒരു കണ്ടന്റ് ഇല്ലാത്ത ഒരിതായി പോകുന്നത്. ഇവിടെ നമുക്ക് ഇപ്പം തന്നെ ഒരു സ്ട്രക്ചർ പണിത് വെക്കാം. ഓക്കെ, ഇവിടുന്ന് അങ്ങനെ വെക്കണോ? പിന്നെ പുറകെ കൂടെ ഉണ്ടല്ലോ നോർമൽ വാൾ വെച്ച് കവർ ചെയ്യുക, അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ 64 സ്റ്റാക്ക് തീരാറായി. ഒരു സ്റ്റാക്കാണ് ഇപ്പം തന്നെ തീർന്നത്. ഞാൻ തറ പണി തുടങ്ങിയത് പോലുമില്ല. അത് നിങ്ങൾ ഓർക്കണം. റിയൽ ലൈഫിൽ ആദ്യൊരു വീടിനകത്ത് നമ്മൾ എന്താണ് ചെയ്യുക? തറപ്പണിയാണ് ചെയ്യും. ഇവിടുന്ന് 1 2 3 സ്റ്റാർട്ടർ പീസ് തന്നെ ഇത്ര വേണമായിരുന്നു. കിടന്നുറങ്ങാനുള്ള സമയം സോംബീസ് വരുവാണെങ്കിൽ കിടന്നുറങ്ങാടാ. പണി പാതിക്ക് വെച്ച് നടത്തിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. കുറച്ചുകൂടെ മരം ബ്രിഡ്ജിൻ്റെ ഇനി ഉണ്ടോ? ഉണ്ടല്ലോടാ, പക്ഷെ അത്രയും പോരായിരിക്കും. സ്ട്രിപ്പഡാണ് ബാക്കിയുള്ളതെല്ലാം. 12 പോരാ. എന്നാലും നമുക്ക് ഇതുവരെ തൽക്കാലം ചെയ്തിട്ട് പോവാം. നമുക്ക് 9 വുഡ് വെച്ചാൽ അത്യാവശ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ വെട്ടിക്കടാ. അവിടെ ബ്രിഡ്ജ് എവിടെയെല്ലാം കിട്ടുമല്ലോ. കുഴപ്പമില്ല. ഇനിയും ബ്രിഡ്ജ് വെട്ടാൻ പോകണം. ഏതോ നമുക്കൊരു ബെഡ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാടാ. അതോ ആടിനെ വെട്ടി അവിടെ സോമ്പി നിൽക്കുന്നുണ്ട് കേട്ടോ. സോമ്പി മത്സ്യം കാണാൻ നമുക്ക് പോവാം. ഈ ആട് പേടിപ്പിക്കാനായിട്ട് സോമ്പി മത്സ്യം കാണാൻ നമ്മൾ വില്ലേജിലോട്ട് ഇട്ടിട്ടുണ്ട്.
പേടിപ്പിക്കലാണ് ഇവനെന്നെ ഈ രാത്രി ഇവിടെ ചെയ്യുന്നത്. ഇവന്റെ വീട് വെല്ലവന്റെ വീട്ടിൽ കയറി കിടന്നിട്ട് വെല്ലവന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. നമ്മളിപ്പോൾ അത് പറയും എന്നെ പുറത്താക്കുന്നതിനേക്കാളോടെ ധൈര്യം, എന്നെ പുറത്താക്കുന്ന ധൈര്യമൊന്നുമില്ല. സാധാരണ അത് രാവിലെ അടിഞ്ഞു ഒരു കാര്യം ചേടാ, നീ വേറെ ബെഡുണ്ടാക്കിയോ? ഇഷ്ടംപോലെ ആൾ കിടക്കുമല്ലോ, എനിക്ക് ഈ ബെഡ് വേണം. വേറെ കളർ ബെഡ് വേണമായിരുന്നു. വെള്ളം മതിയല്ലോ. സാധാരണ പ്രീം ഒക്കെ ഇനി വീണ്ടും മുറിച്ച് വെട്ടാൻ പോകണം. ഇത് എവിടെ ആയിട്ട് വെക്കണം? തൽക്കാലം കൊണ്ട് വീടുണ്ടാക്കി കഴിഞ്ഞില്ലല്ലോ, ഇവിടെ ആയിട്ട് വെക്കാം. ബ്രിഡ്ജ് വെട്ടാൻ പോവാം. ബ്രിഡ്ജ് അതൊന്നും വേണ്ട. പക്ഷെ അവിടെ ഇപ്പോഴേ എനിക്ക് എത്ര കൂട്ടുക. അപ്പം വാളിന് ഞാൻ 4 ലെയർ വെച്ച് ഓരോന്നോരോന്ന് ചെയ്ത് വരുമ്പോൾ കണ്ടക്ഷന് കൊണ്ടേ പോവും. പറഞ്ഞു വരുമ്പോഴത്തേക്ക് എൻ്റെ നടുവ് അടിച്ചാൽ വീണ് കേസ്. ഓക്കെ, 1 2 3 4. പറഞ്ഞത് എനിക്ക് ബ്രിഡ്ജല്ലേ വേണ്ട, ഞാൻ പിന്നെ കാണിക്കുക. നമുക്ക് ലോഗിൻ വേണം കൈസ്. പക്ഷെ എന്നാലും പറഞ്ഞാൽ ലോഗ് ഇപ്പം നമുക്ക് ഒരു സ്റ്റാക്ക് കൊണ്ടായിട്ട് പോലും ബ്രിഡ്ജ് ഇല്ല. അപ്പം നമുക്ക് ലോഗ് എത്ര വേണ്ട കാര്യം. എത്ര ഉണ്ട് എനിക്കിപ്പം? 7 പോരാ. 7 മതിയോടാ, മതിയായിരിക്കും. ഓക്കെ, പിന്നാണല്ലോ ആവശ്യമുണ്ടല്ലോ. അയ്യോ പോടാ. അയ്യോ ഒരു ഇല്ല. എനിക്ക് തീ പിടിച്ചേ. അതങ്ങനെ മാറി കിടക്ക. എൻ്റെ പൊന്ന് സൂര്യമാമ തീർത്തു. സൂര്യമാമ സഹായിച്ചിട്ടുണ്ട്. ഹൈ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നേ. അതങ്ങനെ തെറ്റ്. നമുക്ക് ഈ ഒരു മരം കൂടെ വെട്ടി നമുക്ക് ബ്രിഡ്ജിൻ്റെ ആൾ തരും. പിന്നെ ഓക്കാണ് ഇത് വേണ്ടേ. മണ്ടയിലത്തെ നമുക്ക് ബ്രിഡ്ജ് സ്ലാബ് വെച്ച് തന്നെ ചെയ്യാം. അല്ല പിന്നെ മറ്റേ സ്റ്റെയർ വേണമെന്നില്ല, കമൻറ്റ് ചെയ്യട്ടോ. സ്റ്റെയർ വേണം നമുക്ക് ചെയ്യാം. സ്റ്റെയർ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ വുഡ് വേണം ഗൈസ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു സ്റ്റെയർ ഉണ്ടാക്കാൻ 4 വുഡും കണ്ട വേണം. 4 വുഡല്ല, പ്ലാങ്ക്. അത് വീണ്ടും ഞാൻ പ്ലാങ്ക് ആക്കി ചെയ്ത് വരുമ്പോൾ എത്ര സമയം എടുക്കും. എനിക്ക് സീരിയസ് എന്തായാലും ഹാർഡായിരിക്കും ഗൈസ്. ഇതിലോട്ട് ഇത് അറ്റർണൽ സർവറാണെന്ന് വെച്ചൊന്നും അല്ല, മൈക്രോനെ കൂടെ കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റാക്ക് കൂടെ, ഒന്നേകാ സ്റ്റാക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മതിയടി. ഈ മരത്തിന് ഇത് കൂടെ നമുക്ക് തീർക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, വെട്ടിക്കാടാ. കണ്ടു. ഓക്കെ, എൻ്റെ ഫുഡ് വേറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ അമ്മ ഫുഡ് കണ്ടിട്ട് എൻ്റെ സാധനം മൊത്തം പോയി. നട്ടുവെക്കാരും പൊട്ടാറ്റോ വേണം. അത് നമുക്ക് എൻ്റെ ഫാമിലി എടുക്കാം. ഒരു ആപ്പിൾ കൂടെ തന്നെ. ഓക്കെ, ഇപ്പം സെറ്റ്. ഓക്കെ, ഇപ്പം തന്നെ ഹെൽത്ത് ഹീലായിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഇവിടെ കഴിയാറായിട്ടുണ്ട്. എന്തായാലും സ്ട്രക്ചറിന് വെച്ച് ഇത്ര ഉള്ളൂ നിങ്ങൾ കഴിയും. അതെ, സ്ട്രക്ചറിന് വെച്ച് ഇത്ര ഉള്ളു. സ്ട്രക്ചറിന് വെച്ച് നമ്മൾ തറപ്പാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, 6 എണ്ണം കൂടെ ഉണ്ട്. 6 തീർക്കാൻ പറ്റൂ? അത് പറ്റൂല. ഇനിയും വേണ്ട വരും കേസ് വരും. ഇന്നത്തെ ഇവിടെ നടത്താനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ടൈമർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പുറം എനിക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട്
എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ എല്ലാവർക്കും. ബൈ ബൈ.